സ്നേഹം നിറഞ്ഞവരെ, ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ ജ്ഞാനി താമസിച്ചിരുന്നു. ഒരിക്കൽ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി പറഞ്ഞു, ഗുരുവേ, എന്നെ വേദനിപ്പിച്ച ഒരാളുണ്ട്. അവനോട് എനിക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. അവനെ ഓർക്കുമ്പോഴെല്ലാം എനിക്ക് ദേഷ്യവും വെറുപ്പും വരുന്നു. ജ്ഞാനി ഒന്നും പറയാതെ ഒരു ചെറിയ ചാക്കും കുറച്ച് ഉരുളക്കിഴങ്ങുകളും കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് വെറുപ്പുള്ള ഓരോ വ്യക്തിയുടെയും പേര് ഓരോ ഉരുളക്കിഴങ്ങിൽ എഴുതുക. പിന്നീട് അവയെ ഈ ചാക്കിലിട്ട് എപ്പോഴും നിന്റെ കൂടെ കൊണ്ടു നടക്കുക. യുവാവ് അങ്ങനെ ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞു. ഉരുളക്കിഴങ്ങുകൾ ചീഞ്ഞു തുടങ്ങി. ചാക്കിൽ നിന്ന് ദുർഗന്ധം വന്നു. അതിൻ്റെ ഭാരം വഹിക്കുവാനും അവന് ബുദ്ധിമുട്ടായി. അവസാനം അവൻ ജ്ഞാനിയുടെ അടുത്തെത്തി പറഞ്ഞു, എനിക്കിനി ഇത് സഹിക്കാൻ കഴിയുന്നില്ല. ഈ ചാക്ക് വളരെ ഭാരമാണ്, ദുർഗന്ധവും അസഹ്യമാണ്. അപ്പോൾ ജ്ഞാനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, ഇത് തന്നെയാണ് വെറുപ്പ് നിന്റെ ഹൃദയത്തിലും ചെയ്യുന്നത്. നീ വെറുക്കുന്ന ഓരോ വ്യക്തിയും നിന്റെ മനസ്സിൽ ഒരു ചീഞ്ഞ ഉരുളക്കിഴങ്ങ് പോലെയാണ്. അത് മറ്റുള്ളവരെയല്ല, നിന്നെയാണ് ഭാരപ്പെടുത്തുന്നത്. നിന്റെ സമാധാനം കവർന്നെടുക്കുന്നതും നിന്റെ സന്തോഷം നശിപ്പിക്കുന്നതും വെറുപ്പാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ സത്യമാണിത്! വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 21-ാം വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഒന്ന് ഓർത്തു നോക്കൂ, വെറുപ്പിന് വെറുപ്പ് കൊണ്ട് മറുപടി നൽകുന്നത് എളുപ്പമാണ്. എന്നാൽ സ്നേഹത്തോടെ പ്രതികരിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ധൈര്യം. ഇന്ന് ഒരു നിമിഷം ചിന്തിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയുണ്ടോ? ക്ഷമിക്കാൻ പ്രയാസമുള്ള ആരെങ്കിലുമുണ്ടോ? ആ വ്യക്തിയെ ഈ നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കാരണം ക്ഷമിക്കുന്നത് ഭൂതകാലത്തെ മാറ്റാനല്ല, നമ്മുടെ ഭാവിയെ സ്വതന്ത്രമാക്കാനാണ്. വെറുപ്പ് ഹൃദയത്തെ ഇരുട്ടാക്കുന്നു. സ്നേഹം ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ വഴി. അതുകൊണ്ട് ഇന്ന് നമുക്ക് വെറുപ്പിനെ വിട്ടുകളഞ്ഞ് സ്നേഹത്തെ തിരഞ്ഞെടുക്കാം. കാരണം സ്നേഹിക്കുന്ന ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. ഓർക്കാം ദൈവവചനം, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം.